കെജ്രിവാൾ 8, 9, 13 വരെയുള്ള റൗണ്ടുകളിൽ ഇനിയുള്ള റൗണ്ടുകളിൽ മുന്നിലേക്ക് കയറുമോ? കെജ്രിവാൾ തോറ്റുപോയാൽ അത് വലിയ നാണക്കേടായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന് ഒരു താൽക്കാലികമായി ഒരു തലനാരിഴ വ്യത്യാസത്തിലെങ്കിലും ഒന്ന് കടന്നുകൂടിയാലെങ്കിലും തൽക്കാലം മുഖം രക്ഷിക്കാൻ കഴിയും. കെജ്രിവാളിന്റെ പരാജയം ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, അണ്ണാ ഹസാരെ. ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം, ചിന്തകൾ ശുദ്ധമായിരിക്കണം, ജീവിതം കുറ്റമറ്റതായിരിക്കണം. ഇത് ഞാൻ കേജ്രിവാളിനോട് പറഞ്ഞിരുന്നു, പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. പണത്തിന്റെ ശക്തി അദ്ദേഹത്തെ കീഴടക്കി. പിന്നെ കേജ്രിവാളിനെതിരെ പറയാൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ പറയേണ്ട സമയമാണോ അണ്ണാ എന്നുള്ളതാണ് നമുക്ക് അണ്ണാ ഹസാരെയോടുള്ള ചോദ്യം. അണ്ണൻ പക വീട്ടുകയാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പോരെ. അൽക്കാലാമ്പ 19,000 വോട്ടുകൾക്ക് പിന്നിൽ. അൽക്കാലാമ്പ 19,000 വോട്ടിന് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് 2,000 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം BJP 44 ഇടങ്ങളിൽ മുന്നിൽ, ആപ്പ് 26 ഇടങ്ങളിൽ മുന്നിൽ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 29 നമ്മൾ കൊടുക്കുമ്പോൾ 44 യഥാർത്ഥത്തിൽ BJP മുന്നിലാണ്. ഇനി നമ്മൾ ആ കണക്കിലേക്ക് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 29-41 എന്നുള്ളതായിരുന്നു. 29-41 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വീണ്ടും മാറി മറയുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകൻ രസകരമായ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നു. നാസർ EP, കോൺഗ്രസ് എന്താ പഞ്ചായത്തിലേക്കാണോ മത്സരിച്ചത്? കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടാകെ 187. ഏത് മണ്ഡലത്തിലെയാണ് നാസർ പറഞ്ഞത്? അതുകൂടി പറയൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ആ രീതിയിൽ വളരെ ശക്തമായിട്ട് പ്രചരണമൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അവസാന ഘട്ടത്തിലാണ് 26-44 എന്ന നിലയിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറുന്നു. 26-44, 26-44 വീണ്ടും പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞത് 44-26 കമ്മീഷന്റെ കണക്കുകൾ നോക്കുന്നതാവും നല്ലെന്ന് തോന്നുന്നു. 26-44 എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മുന്നിൽ കമ്മീഷന്റെയാണ്. 26-44 എന്ന ഘട്ടിലേക്ക് പോകുന്നു. 26-44 ആം ആദ്മി പാർട്ടി 26, BJP 44. ഇനിയൊരു വലിയ ട്വിസ്റ്റിനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. പിയാസുൽ പറയുന്നതനുസരിച്ച് ഇതൊരു ട്രെൻഡായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെ ദില്ലി പിടിച്ചിരിക്കുകയാണ് BJP. കെജ്രിവാൾ തന്നെ സ്വന്തം ആസ്ഥാനം, അതായത് സ്വന്തം തട്ടകം ന്യൂഡൽഹി തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി, സ്വന്തം ബാസ്റ്റിയൻ ഒന്ന് തന്റെ കയ്യിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനായി പെടാപ്പാട് പെടുന്നതാണ് നമ്മൾ 7-8 റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത്. ഇതിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. BJP വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ നില നിലനിർത്തുന്നു. ലഡു വിതരണമൊക്കെ ലഡു വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കാവി പുതച്ച് ഡൽഹി എന്നുള്ളതാണ്. അവിടെ ലഡു വാങ്ങിവെച്ചു. പണ്ടൊക്കെ ലഡു വാങ്ങിവെച്ച ആം ആദ്മി പാർട്ടി അങ്ങനെ ഒന്നും വാങ്ങിവെച്ചില്ല കേട്ടോ. LED വോള് പോലും ആം ആദ്മി പാർട്ടി 26 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി, 44 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ദില്ലി തലസ്ഥാന നഗരം ഇതാ അങ്ങനെ 27 വർഷത്തിനു ശേഷം കാവി അണിയുന്നു, താമരമാല അണിയുന്നു ദില്ലി എന്നുള്ളതാണ്. താമര കുമ്പിളിലേക്ക് ദില്ലിയെ എടുക്കുന്നു ദില്ലിയിലെ വോട്ടർമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 26 ഇടങ്ങളിൽ മാത്രമായി ആം ആദ്മി പാർട്ടി, അത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ, അതായത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം